മനസ്സ് മരിക്കുന്ന ചില നിമിഷങ്ങളുണ്ട്. ഇനി എങ്ങോട്ട് എന്നില്ലാതെ മുന്നിലേക്കൊരു പ്രകാശവും കാണാതെ നമ്മുടെ ജീവിതമാകുന്ന യാത്രയ്ക്ക് ഒരറ്റം വന്നതുപോലെ പോകുന്ന ചില സമയങ്ങൾ. ജീവിതത്തിന്റെ വലിയ സമയം വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ ചിലവഴിച്ചു പോയി. ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ ആരും കൂടെയില്ല, ഒന്നും സമ്പാദിച്ചു വെച്ചിട്ടില്ല. ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ആലോചിച്ചുകൊണ്ട് തളർന്നിരിക്കുന്നവരായിരിക്കും ചിലപ്പോൾ നമ്മളിൽ പലരും. കടക്കണി കൊണ്ട്, രോഗങ്ങളെ കൊണ്ട്, പല രൂപത്തിലുള്ള മാനസിക വിഷമങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് നമ്മൾ. മുന്നോട്ട് പോകാൻ ഒരു വഴിയുമില്ല എന്ന് കരുതുന്നവരാണെങ്കിൽ ഒരു കഥ പറയാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹും ശത്രുക്കളെ പേടിച്ചുകൊണ്ട് ഗുഹയുടെ ഉള്ളിലേക്ക് അഭയം തേടുന്ന രംഗമുണ്ട്. ആ സമയത്ത് ഗുഹയുടെ മുന്നിലേക്ക് ശത്രുക്കളെത്തി. അവരൊന്ന് തല താഴ്ത്തി കുനിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ തിരുനബിയെയും സിദ്ദീഖ് റളിയല്ലാഹുവിനെയും കാണും. അവർ ഉറപ്പായിട്ടും വകവരുത്തും. ആ സമയത്ത് സിദ്ദീഖ് തങ്ങൾ വേവലാതിപ്പെടുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്, സിദ്ദീഖ് തങ്ങളെ, നമ്മള് രണ്ടുപേരും മാത്രമാണ് എന്ന് കരുതുന്നുണ്ടോ? അല്ല കേട്ടോ, നമ്മൾ 3 ആളുകളുണ്ട്. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോടൊപ്പം ഉണ്ട്. നമ്മൾ പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്ന് കരുതുമ്പോൾ ഒരു തിരുനാളമായി എപ്പോഴും നമ്മുടെ റബ്ബ് നമ്മുടെ കൂടെയുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം. അങ്ങനെയല്ലേ അവരുടെ കണ്ണിൽപ്പെടാതെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സിദ്ദീഖ് തങ്ങളെയും അള്ളാഹു രക്ഷിച്ചത്. ഏത് പ്രയാസത്തിലും ഞാൻ ഒറ്റക്കായി പോയി ഇനി എന്ന് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. ഒരിക്കലും നമ്മൾ ഒറ്റക്കല്ല. നമ്മുടെ കൂടെ എപ്പോഴും നമ്മുടെ റബ്ബ്.